ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ടീച്ചർ കുറച്ച് പദങ്ങളുടെ അർത്ഥങ്ങളാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെൻറ്റൻസുകൾ കുറേയൊക്കെ പറയാനായിട്ട് ഇപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് പല ക്ലാസ്സുകളിലായിട്ട് ടീച്ചർ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പദങ്ങളുടെ അർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സെൻറ്റൻസുകൾ സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ലേൺ ലേൺ പഠിക്കുക, സീഖ്ന. ലേൺ പഠിക്കുക, അത് ഹിന്ദിയിൽ സീഖ്ന. മുജേ സീഖ്ന ഹേ, എനിക്ക് പഠിക്കണം. ആപ്കോ സീഖ്ന ഹേ, താങ്കൾക്ക് പഠിക്കണം. തുംകോ സീഖ്ന ഹേ, നിങ്ങൾക്ക് പഠിക്കണം. അത് ഞാൻ പഠിക്കുമെന്നാവുമ്പോൾ മയും സീഖ് ജാവൂങ്ക. മയും സീഖ് ജാവൂങ്ക, ഞാൻ പഠിക്കും. തും സീഖ് ജാവോഗെ, നിങ്ങൾ പഠിക്കും. ആപ് സീഖ് ജായിയെ, താങ്കൾ പഠിച്ചാലും. ഓക്കെ. പൂച്ച്ന 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 എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്ക്. ആസ്ക് ചോദിക്കുക. ആസ്ക്, നമ്മൾ എന്തെങ്കിലും ചോദിക്കാൻ ആസ്ക് എന്ന് പറയും. പൂച്ച്ന ചോദിക്കുക. ആ പൂച്ചിയെ, താങ്കൾ ചോദിച്ചാലും. മൈം പൂച്ചുങ്ക, ഞാൻ ചോദിക്കും. തും പൂച്ചോगे അല്ലെങ്കിൽ പൂച്ചിയെ, ആ പൂച്ചിയെ തും പൂച്ചോ, ഇതൊക്കെ നമ്മൾക്ക് ചോദിക്കുക. തും പൂച്ചോ, നീ ചോദിക്ക്. ആ പൂച്ചിയെ, താങ്കൾ ചോദിച്ചാലും. മൈം പൂച്ചുങ്ക, ഞാൻ ചോദിക്കും. കഹ്ന, സേ, എന്തെങ്കിലും പറയാനുള്ളതിന് കഹ്ന, പറയുക. കഹ്ന, പറയുക. മയും കഹുങ്ക, ഞാൻ പറയും. ആപ് കഹിയെ, താങ്കൾ പറഞ്ഞാലും. തും കഹോ, നീ പറയൂ. തും വരുമ്പോൾ ഹോ ആണ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത്. ഹേ എന്നതിന് പകരം ഹോ. തും കഹോ, നീ പറയൂ. ആപ്പ് വരുമ്പോൾ കഹിയെ, ചാഹിയെ, ബോലിയെ, ബഹുമാനത്തോടു കൂടി. ആപ് കഹിയെ. മയും കഹൂങ്ക, മയും കഹൂങ്ക, ഞാൻ പറയും. തും കഹോ, താങ്കൾ, നീ പറയൂ. ആപ് കഹിയെ, താങ്കൾ പറഞ്ഞാലും. ധോക്കാദേന, ചതിക്കുക. ചതിക്കുക. ചീറ്റ്, നമ്മൾ പറയൂലേ, നീ ഭയങ്കര ചീറ്റാണ്, നീ എന്നെ ചീറ്റ് ചെയ്തു എന്നൊക്കെ പറയൂലേ. ചതിക്കുക, അതിന് ചീറ്റ്. ഇതിന് ഇംഗ്ലീഷിൽ ചീറ്റ് എന്ന് പറയും. ഹിന്ദിയിൽ എന്ത് പറയും? ധോക്കാദേന. ധോക്കാദേന. തും ഹംകോ ധോക്കാ ദിയ, നീ എനിക്ക് ധോക്കാ ദിയ, നീ എന്നെ ചതിച്ചു എന്ന് പറയുന്നത് തും ഹംകോ ധോക്കാ ദിയ. ധോക്ക, ധോക്ക ദേന, ചതിക്കുക. പുഷ് 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 ചെയ്യുക എന്ന് പറയില്ല, തള്ളുക. പുഷ്, തള്ളുക. ധക്കേൽന, വാതിലൊക്കെ നമ്മൾ തള്ളി തുറക്കുന്ന ധക്കേലോ എന്ന് പറയും. ധക്കേൽന, ധക്കേൽന, തുറക്കുക. ധക്കേലോ, തുറക്കൂ. ധക്കേൽന, ധക്കേൽന, തുറക്കുക. ഇനി പുൾ. പുൾ, നമ്മൾ വലിക്കുന്നതിന്, പുൾ ചെയ്യുന്നതിന്. കീംചിന, കീംചിന, കീംചിന. പുൾ, കീംചിന, വലിക്കുക. കീംചിന, വലിക്കുക. ബാത്ത്, നഹാന. നഹാന, കുളി. കുളിക്ക് എന്താണ് പറയുന്നത്? ബാത്ത് ഇംഗ്ലീഷിൽ പറയും അല്ലേ, അത് ഹിന്ദിയിൽ നഹാന. നഹാന. ഹം നഹാനെ ജാരേ, ഞാൻ കുളിക്കാൻ പോകുന്നു. ഹം നഹാനെ ജാരേ, ഞാൻ കുളിക്കാൻ പോകുന്നു. മയും നഹാരഹീഹും, ഞാൻ കുളിക്കുകയാണ്. മയും നഹാരഹീഹും, നഹാരഹാഹും. ഓ നഹാരഹീഹേ അല്ലെങ്കിൽ ഓ നഹാരഹാഹും. ഓക്കെ. കീപ് ക്വൈറ്റ്. കീപ് ക്വൈറ്റ്, മിണ്ടാതിരിക്കുക. അവിടെ മിണ്ടാതിരിക്കൂ എന്നൊക്കെ നമ്മൾ പറയൂലേ, സൈലൻ്റ് ആയിട്ടിരിക്കാൻ. അതിന് ചുപ് രഹോ. ചുപ് രഹോ, മിണ്ടാതിരിക്കുക എന്ന് ഹിന്ദിയിൽ ചുപ് രഹോ. തും ചുപ് രഹോ, തും ചുപ് രഹോ എന്ന് പറഞ്ഞ് നീ മിണ്ടാതിരുന്നോളണം, മിണ്ടാതിരിക്കുക എന്നാണ്. ഡൗൺ. ഡൗൺ, നീച്ചെ. ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ, അത് ഹിന്ദിയിൽ നീച്ചെ. നീച്ചെ രക്കോ, താഴെ വയ്ക്കൂ. നീച്ചെ ഉത്തരോ, താഴെ
ഇറങ്ങി വാ. നീച്ചെ രഖോ, താഴെ വയ്ക്കൂ. നീച്ചെ ഉത്തരോ, താഴെ ഇറങ്ങി വാ. അപ്പം ഡൗൺ എന്നുള്ളതിന് നീച്ചെ. ഡ്രിങ്ക്, ഡ്രിങ്ക് കുടിക്കുക. നമ്മൾ പറയും ഡ്രിങ്ക് കുടിക്കുക. അതിന് ഹിന്ദിയിൽ പീന, പീന. ഹിന്ദിയിൽ പീന കുടിക്കുക. ഹംകോ പീന ഹേ, എനിക്ക് കുടിക്കണം. മയും പീവൂങ്ക, ഞാൻ കുടിക്കും. ആ പീലിയേ, പീലീജിയേ എങ്ങനെയും പറയാം. ആ പീലീജിയേ കുടിച്ചാലും. ആ പീലീജിയേ. മയും പീവൂങ്ക, തും പീവോ കുടിക്കുക. സ്ലീപ്പ്, നീന്ത്. സ്ലീപ്പിന് ഹിന്ദിയിൽ പറയുന്നത് നീന്ത്, ഉറക്കം, നീന്ത്. തും അച്ചാസെ സോയ, അല്ലെങ്കിൽ തുംകോ അച്ച നീന്തായ. സോയ എന്ന് പറയുന്നതിന് ഉറങ്ങുക എന്ന് തന്നെയാണ് സോന. ജാവോ അല്ലെങ്കിൽ സോ ജായിയെ എന്നൊക്കെ പറഞ്ഞാലും ഉറങ്ങുക എന്ന് തന്നെയാണ്. അത് തന്നെയാണ് നീന്ത്. തുംകോ അച്ച നീന്തായ എന്ന് ചോദിച്ചാൽ നിനക്ക് നല്ല ഉറക്കം കിട്ടിയോ എന്നാണ്. വോക്ക്, വോക്ക് നമ്മൾ കാലത്തെ അതിരാവിലെ നടക്കാൻ പോകും, വൈകുന്നേരം നടക്കാൻ പോകും. ഇതിനൊക്കെ ഹിന്ദിയിൽ എന്ത് പറയും? ടഹൽന, ടഹൽന. മയും ടഹൽനെ ജാ രഹാ ഹൂം, മയും ടഹൽനെ ജാ രഹാ ഹൂം. ഞാൻ നടക്കാൻ പോകുന്നു. വോക്ക്, ടഹൽന നടക്കുക. റൺ, റൺ ഓടുക. റൺ ദൗഡ്ന, ദൗഡ്ന ഓടുക. റൺ ദൗഡ്ന ഓടുക. ടേക്ക്, ടേക്ക് എടുക്കുക. ലേന, ടേക്ക് എടുക്കുക. ലേന, ലേന ടേക്ക് എടുക്കുക. ലേന. ഇനി കൊടുക്കുക എന്നുള്ളതിന് ഗിവ്, ഗിവ് കൊടുക്കുക. ദേന, ദേന കൊടുക്കുക. ഗിവ്, ദേന. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഈ വാക്കുകൾ നന്നായി പഠിക്കണം. എല്ലാത്തിൻ്റെ അർത്ഥം, ഒരുവിധ അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഇതനുസരിച്ച് നമുക്ക് സെൻറ്റൻസുകൾ എളുപ്പത്തിൽ പറയാൻ പറ്റും. ഇതൊക്കെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇതെല്ലാനും സാധാരണ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന വാക്കുകൾ. അപ്പോൾ നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വേഗം സെൻറ്റൻസുകൾ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ബൈ.